ദേശീയപാത നിർമ്മാണത്തിലെ സിബിഐ അന്വേഷണ ആവശ്യത്തിലുറച്ച് പ്രതിപക്ഷം. ദേശീയപാത നിർമ്മാണത്തിൽ നടന്നത് കോടികളുടെ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ആദ്യം തള്ളൽ, പിന്നെ വിള്ളൽ, പ്രതിഷേധം വന്നപ്പോൾ തുള്ളലെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് പരിഹസിച്ചു. കെ സി വേണുഗോപാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ കാലനാകുന്നുവെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ വലിയ തോതിൽ 150 സ്ഥലങ്ങളിലധികം വിള്ളലും വ്യാപകമായ നാശവും നിർമ്മാണത്തിലെ അപാകത മൂലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമാണ്. ഈ അഴിമതിയെക്കുറിച്ചും എഞ്ചിനീയറിംഗ് പിഴവുകളെക്കുറിച്ചും സാങ്കേതികമായ പിഴവുകളെക്കുറിച്ചും പഠിക്കാനുള്ള അധികാരം കെ സി വേണുഗോപാൽ ചെയർമാനായ PACക്കുണ്ട്. അവരത് അന്വേഷിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എന്താണ് പ്രശ്നം? ഈ പാലാരിവട്ടം പാലം ഇടിഞ്ഞു വീണില്ലല്ലോ. ആ പാലം ഇടിഞ്ഞു വീണില്ല, അത് പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അന്നത്തെ മന്ത്രിയെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി. കോടതി ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നു. ഇരട്ടത്താപ്പ്. പേടിയാണ്. കേന്ദ്ര സർക്കാരിനെയും BJPയെയും പേടിയാണ്. അതുകൊണ്ട് ഹൈവേ നിർമ്മാണത്തെക്കുറിച്ച് CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പ്രത്യാരോപണങ്ങൾ എങ്ങനെയാണ്? സുജയ പാർവതി, ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് അത് തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ദേശീയപാത വിഷയം, അതിലെ തകർച്ചയും അതിലെ അഴിമതിയും അടക്കം അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗഡ്കരിയെ, കേന്ദ്രമന്ത്രി ഗഡ്കരിയെ പരാതിയായി അറിയിച്ചില്ല, പൊതുമരാമത്ത് മന്ത്രി എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന ചോദ്യമാണ് ഇന്ന് പ്രതിപക്ഷം ഉയർത്തുന്നത്. ആരെയാണ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ശ്രമിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ വളരെ ഗൌരവത്തോടെയുള്ള ഒരു അന്വേഷണം കൂടി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ നേരത്തെ തന്നെ CBI അന്വേഷണം അടക്കം ആവശ്യം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം. കാരണം ദേശീയപാതയിൽ നിരവധിയിടങ്ങളിൽ തകർച്ചയുണ്ട്. ചിലയിടങ്ങളിൽ കരാറുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളടക്കം ഇന്ന് നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കം ഉയർത്തിയിരുന്നു. അത് കോഴിക്കോട് ജില്ലയിലെ കരാറാണ്. അവിടെ ഉപകരാർ നൽകിയതിലൂടെ അദാനി കമ്പനി കോടികൾ ലാഭമുണ്ടാക്കിയെന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ്. ഈ കാര്യത്തിലൊക്കെ ഒരു പരാതി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ മുഖ്യമന്ത്രി അറിയിക്കുന്നില്ല എന്ന ചോദ്യമാണ്. ഏതായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ശക്തിയുക്തം ഉയർത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. ഇതിൽ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും പ്രതിസ്ഥാനത്ത് നിർത്തി തന്നെയാണ് പ്രതിപക്ഷം ആരോപണം ശക്തമാക്കുന്നത്. സുജയ, ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.